സ്പൈൻ ചില്ലിംഗ് എന്ന് തന്നെ പറയാൻ കഴിയുന്ന നട്ടെല്ല് ധരിപ്പിക്കുന്ന ഗംഭീര ഹൊറർ സിനിമയാണ് രാഹുൽ സദാശിവന്റെ ഡൈസിയറെ. രാഹുലിന്റെ മുൻ സിനിമകളായ ഭൂതകാലം, പ്രമേയുഗം എന്നിവയിലുള്ളതുപോലെ തന്നെ അറ്റ്മോസ്ഫിയറിക് ഹൊററിന്റെ ഏറ്റവും വലിയൊരു മാസ്റ്റർ ക്ലാസ് തന്നെയാണ് ഡൈസിയറെ. വളരെ സിമ്പിളെന്ന് തോന്നിപ്പിക്കാവുന്ന ഒരു കഥയെ മേക്കിംഗ് കൊണ്ട്, അസാധ്യ ക്രാഫ്റ്റ് കൊണ്ട് ഒരു വിഷ്വൽ ട്രീറ്റ് ആക്കി മാറ്റിയിരിക്കുകയാണ് രാഹുൽ സദാശിവൻ ഇവിടെ ഡൈസിയറെ ചെയ്തിരിക്കുന്നത്. ജെംസ്കെയറുകൾ കൊണ്ട് മാത്രമല്ല, ചിലപ്പോൾ സൈലൻസ് കൊണ്ട്, ചിലപ്പോൾ കഥാവാക്കുള്ള ഒരു നോട്ടം കൊണ്ട് തന്നെ ഒരു ഗംഭീര ഹൊറർ ഫീൽ ഉണ്ടാക്കാൻ സിനിമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. സിനിമയിൽ അഭിനയത്തിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ആദ്യം ഒരു കാര്യം പറയാം. പ്രണവ് എന്ന നടനെ ഇനി ഒരിക്കലും പ്രണവ് മോഹൻലാൽ എന്ന് വിളിക്കരുത്. കാരണം മോഹൻലാൽ എന്ന അഡ്രസ്സിലല്ല ഇനി അങ്ങോട്ട് പ്രണവ് അറിയപ്പെടാൻ പോകുന്നത്. ഡൈസിയറയ്ക്ക് തൊട്ട് മുൻപ് വരെ പ്രണവ് അത്ര വലിയ ഓർമ്മിച്ച് വെക്കാൻ കഴിയുന്ന റോളുകളൊന്നും ചെയ്തതായി എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഇവിടെ മുതൽ കഥ മാറുകയാണ്. അയാളുടെ നടനെ അല്ലെങ്കിൽ അയാളുടെ സ്കില്ലിനെ, എബിലിറ്റിയെ കൃത്യമായിട്ട് ഷോക്കേസ് ചെയ്യാൻ പറ്റുന്നൊരു പെർഫോമൻസാണ് ഡൈസിയറെ കാണാൻ കഴിയുന്നത്. പ്രണവിനെ പോലെ തന്നെ ഇതിൽ കൈയടിക്കേണ്ട, എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിലെ കോ ആക്ടേഴ്സിൻ്റെ, അതായത് സഹനന്മാരുടെ ഗംഭീര അഭിനയമാണ്. സഹനന്മാരെ വന്ന എല്ലാവരുടെയും ഏറ്റവും മികച്ച കരിയർ ബെസ്റ്റ് പെർഫോമൻസാണ് ഡൈസിയറിൽ വന്നിട്ടുള്ളത്. അതിലാദ്യത്തേത് ജിബിൻ ഗോപിനാഥ് എന്ന നടനാണ്. എല്ലാ ഹൊറർ സിനിമകളിലും ഈ പറഞ്ഞ നായകൻ അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് എന്നതിനൊക്കെ അപ്പുറത്തേക്ക് വളരെ മിസ്റ്റീരിയസ് ആയ ഒരു ക്യാരക്ടറിനെ കൊണ്ട് പ്ലേസ് ചെയ്യും. കഥയുടെ അല്ലെങ്കിൽ ആ സിനിമയുടെ ഒരു കോമ്പസ് എന്ന് പറയാൻ കഴിയുന്നൊരു വ്യക്തി ഈ പറയുന്ന മിസ്റ്റീരിയസ് ആയൊരു വ്യക്തിയായിരിക്കും. അത്ര റോളാണ് ജിബിൻ ഇവിടെ ചെയ്തിരിക്കുന്നത്. മധുസൂദൻ പോറ്റി എന്ന പേരിലുള്ള ഒരു കോൺട്രാക്ടർ. സംഭാഷണങ്ങൾ പോലുമില്ലാതെ അദ്ദേഹത്തിൻ്റെ നോട്ടങ്ങളിൽ നിന്ന് തന്നെ ഒരു ഭയം പെതുക്കെ ഇങ്ങനെ കയറി വരുന്നതായിട്ട് പ്രേക്ഷകന് ഫീൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, കഥയുടെ ഒരു മിഡ് പോയിന്റായിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു ചെറിയൊരു ഹൊറർ സീക്വൻസ് ഉണ്ട്. അതിലാകെ വരുന്ന പെർഫോമർ ജിബിൻ മാത്രമാണ്. ശരിക്കും പ്രേക്ഷകനെ ആ ഒരു പേടി പ്രതിഫലിപ്പിക്കുക എന്ന് പറയുന്നൊരു കാര്യം ഗംഭീരമായി ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ചില ഡയലോഗ് പരിപാടികൾ വരുമ്പോൾ അദ്ദേഹം കയ്യിലൊരു ഹാൻഡ് കർച്ചീഫ് യൂസ് ചെയ്യുന്നുണ്ട്. ആ ഡയലോഗ് പറയുമ്പോൾ അല്ലെങ്കിൽ ആ പറയുന്ന ഡയലോഗിൻ്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ച് അദ്ദേഹം ആ ഹാൻഡ് കർച്ചീഫ് നന്നായിട്ടത് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു ആക്ടർ എന്ന നിലയിൽ ഹൊറർ പ്രേക്ഷകന് പകർന്നു കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അത്തരത്തിൽ നോക്കിയാൽ ജീവിതം 100-ൽ 100 മാർക്കാണ്. അടുത്തത് ജയ കുറുപ്പ് എന്ന നടിയാണ്. സീനിയർ ആക്ട്രസ്സായി ഇവരെ മുൻപ് പല വേഷങ്ങളിൽ കണ്ടിട്ടുണ്ടെങ്കിലും ഇവിടെ ഒരു പെൻഡുലം പോലെ 2 എക്സ്ട്രീമിലും എത്തിപ്പെടുന്ന, ഒരേ സമയം അത് ഹാൻഡിൽ ചെയ്ത് പഠിപ്പിക്കാൻ കഴിയുന്ന രീതിയിലുള്ള അവരുടെ പ്രകടനം പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. അതുപോലെ തന്നെ ഒരു പഴയ പാസ്റ്റിലെ സംഭവങ്ങൾ എടുത്തു പറയുമ്പോൾ ഒരു നറേഷന് KPSC ലളിത ചേച്ചി ഒഴുകുന്നൊരു ആഴമുണ്ട്. ആ കഥ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വിഷ്വലി കാണാൻ കഴിയുന്ന ഒരു ഫീൽ അതിവിടെ ജയക്കുറുപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഒരാൾ കിരൺ എന്ന റോൾ വന്ന അരുൺ അജുകുമാറാണ്. കയ്യിൽ നിന്നുകൊണ്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയിരുന്നെങ്കിൽ വഴുതി പോകാമായിരുന്ന ഒരു കഥാപാത്രമായിരുന്നു കിരണിൻ്റേത്. ഒരേ സമയം ദുഃഖത്തിൻ്റെ ആഴവും എന്നാൽ ഹൊററിൻ്റെ ഭീതിയും കൊണ്ടുവരേണ്ട ഒരാൾ. അത് വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ട്. കാരണം അത്തരത്തിലുള്ള റോളുകൾ വളരെ അപൂർവം ആളുകൾ മാത്രമേ മലയാള സിനിമയിൽ ചെയ്ത് ഫലിപ്പിച്ച് ഞാൻ കണ്ടുള്ളൂ. ടെക്നിക്കൽ സൈഡിലേക്ക് നോക്കിയാൽ വളരെ ടോപ്പ് നോച്ച് ക്വാളിറ്റിയാണ് സിനിമയിലുള്ളത്. ക്രിസ്റ്റോ സേവ്യറിൻ്റെ മ്യൂസിക്, MR രാധാകൃഷ്ണൻ്റെ സൗണ്ട് മിക്സിംഗ്, അതുപോലെ തന്നെ ഷഹദിൻ്റെ ക്യാമറ. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ എന്നും മാത്രമല്ല, മലയാള സിനിമയിലെ ഹൊറർ ജോണറിലെ ഏറ്റവും മികച്ചൊരു സിനിമ കൂടിയാണ് ഡൈസിയറെ. ഒരു കാര്യം കൂടി അവസാനം കൂട്ടിച്ചേർക്കുന്നു, കുട്ടികളെയും കൊണ്ട് ദയവായി ഈ സിനിമ കാണാൻ പോകരുത്.